പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ നാമം മഹത്വമുണ്ടാകട്ടെ. ഇവിടെയായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകിച്ച് ഇന്ന് എല്ലാ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കർത്താവിൻ്റെ സുരക്ഷിതാസനം, ഇവിടെയായിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഒരു 5 മിനിറ്റ് ആകുന്നു ലഭിച്ചതെങ്കിലും ദൈവം നൽകി തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ദൈവവചനം പഠിപ്പിക്കുവാൻ ദൈവം എനിക്ക് ഒരവസരം തന്നത് മഹാഭാഗ്യമാണ്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവചനം പഠിക്കാനോ അത് പഠിപ്പിക്കാനോ മനസ്സില്ലാതെ ആയിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എനിക്ക് ഈ തിരുവചനം വായിച്ച് തീർക്കുവാൻ ഒരവസരം തരണം. അങ്ങനെ ചില ദിവസങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പ്രകാരം പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് കിടന്നു വന്നു. ഞാൻ ഭവനത്തിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ വചനമെല്ലാം വായിച്ച് തീർക്കുവാൻ ഇടയായിത്തീർന്നു. അത് ദൈവത്തോട് പ്രാർത്ഥിച്ചതുകൊണ്ടല്ല, ഒരവസരം എനിക്ക് ലഭിച്ചതാകുന്നു. എങ്കിലും ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ ദൈവം എനിക്ക് പരിപൂർണമായ സൗഖ്യവും അനുഗ്രഹവും ദൈവം നൽകി തരുവാൻ ഇടയായിത്തീർന്നു. ഇന്നത്തെ തിരുവചനത്തിൽ ആധാരമായ ഒരു വചനം വായിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യമാകും നമ്മൾ ഇവിടെ വായിക്കുവാനിടയായിരിക്കുന്നത്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവ് ബലപ്പെട്ടു പോകുന്നു, ദൈവാത്മാവ് അവനോട് കൂടി ഉണ്ടായിരുന്നു. നമുക്കൊരു നിമിഷം ദൈവത്തിലേക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹമായ നല്ല സമയത്തിനായ സ്തോത്രം. തിരുവചനത്തെ ഞങ്ങളുടെ ദിവസത്തിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ ആധികാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം സഹായിക്കും റഹണം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവം നമ്മോട് കൂടെ ഇരിക്കും റഹണമേ. സ്വർഗീയ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കും റഹണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, ദൈവത്തിൻ്റെ വചനവും ഇൻപശരമായിരിക്കുന്ന ശബ്ദം അങ്ങ് കർത്താവേ, ഹല്യ സകല അസ്ഥിമജ്ജകളെയും തുളച്ചു കയറുന്ന ദൈവത്തിൻ്റെ വചനം, സകല ഹൃദയങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനം അങ്ങയുടെ ദിവസത്തിലേക്ക് ഏൽപ്പിച്ചു. അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കണം. അവിടുന്ന് സ്വർഗീയ സാന്നിധ്യം കൊണ്ടുവന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. നാം വായിച്ചതായിരിക്കുന്ന തിരുവചനം, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു വന്നു, ദൈവകൃപ അവനോട് കൂടെ ഉണ്ടായിരുന്നു. പൈതങ്ങളെക്കുറിച്ചുള്ള ഒരു ഭാഗമാകും നമ്മൂടെ കാണുവാൻ കഴിയുന്നത്. ദൈവവചനം പഠിക്കുക എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയിൽ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 12 വയസ്സ് വരെയും മാതാവ് വളർത്തി പഠിപ്പിച്ച് ന്യായപ്രമാണം മുഴുവനും പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 12 വയസ്സ് വീണ്ടും 30 വയസ്സ് വരെ പിതാവിൻ്റെ തൊഴിലെല്ലാം പഠിച്ച് അവൻ പൂർത്തീകരിച്ചിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാകുന്നു അവന് ഇഷ്ടമായിരിക്കുന്ന രീതിയിലേക്ക് കടന്നു പോകാൻ കഴിയുന്നത്. അത് യഹൂദന്മാരുടെ ഒരു പ്രത്യേകമായ ആ അന്നത്തെ ഒരു രീതിയാണ്. പൈതൽ വളരണം, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവനോട് കൂടെയുണ്ടായിരുന്നു. ഇവിടെ നാം വായിച്ചതായിരിക്കുന്ന വേദഭാഗത്തിൽ വളരുന്നത് യഹോവയുടെ ആലയത്തിൽ വളരണം. ശമൂവേൽ ബാലനെ നമുക്ക് നോക്കാം. അവൻ ദേവാലയത്തിൽ കടന്നു വന്നു, ദൈവികമായിരിക്കുന്ന ശുശ്രൂഷകളെല്ലാം അവൻ പഠിച്ച് അങ്ങോട്ട് പോകവേ യഹോവയുടെ ശബ്ദം അവന് കേൾക്കുവാൻ ഇടയായിത്തീർന്നു. കാരണം അവൻ യഹോവയുടെ ആലയത്തിലെ ആലയപ്പണികളുമാണ് അവൻ ചെയ്യുന്നത്, ശുശ്രൂഷകൾ അവൻ ചെയ്യുകയാണ്. അങ്ങനെ അവൻ ദൈവത്തിൻ്റെ കൃപ അവനോട് കൂടെയിരുന്നു. ദൈവകൃപയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം കൊടുക്കുന്ന ഒരു ദാനമാണ് ദൈവകൃപ. ആ ദൈവകൃപ ഉള്ളതുകൊണ്ടാകുന്നു നാം ഓരോരുത്തരും കൂടെ നിൽക്കുന്നത്. പൈതങ്ങളെ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ പലരും അത് വളരെ ശ്രദ്ധയോടായിരുന്നു. 1 വർഷം അവർ പഠിച്ചതിൻ്റെ ആത്മീയമായിരിക്കുന്ന ആ ഫലങ്ങളാക്കുന്നു നമുക്കിവിടെ കാണുവാനിടയായിരുന്നത്. തുടർന്നുള്ള മറ്റുള്ള മുന്നോട്ടുള്ള ക്ലാസ്സുകളിലേക്ക് അവർ കടന്നു വന്നിരിക്കുന്നു. എങ്കിലും ദൈവത്തിൻ്റെ വചനം അവർക്ക് 1 വർഷം പഠിക്കുവാനിടയായിത്തീർന്നു. അത് ആത്മാവിൽ ബലപ്പെട്ട് ഇരുന്നു കഴിഞ്ഞാൽ ദൈവകൃപ അവരോട് കൂടെ ഇരിക്കും. ആത്മാവ് പലവിധമായിരിക്കുന്ന ആത്മാവുണ്ട്. എങ്കിലും ദൈവാത്മാവുണ്ട്, മനുഷ്യാത്മാവുണ്ട്, സാധാന്യ ആത്മാവുണ്ട്. എന്നാൽ നമ്മൾ നടത്തുന്നത് ഇരുട്ടിൻ്റെ ആത്മാവല്ല, വെളിച്ചത്തിൻ്റെ ആത്മാവായിരിക്കുന്ന ആത്മാവിൽ തന്നെ നാം ഓരോരുത്തരും നിലനിൽക്കണം. പ്രത്യേകിച്ച് പൈതങ്ങൾ പറയാനുള്ളത്, നമുക്കറിയാം സ്കൂൾ വിദ്യാഭ്യാസം
കഴിയുന്ന സമയത്തും പുറത്തിറങ്ങുമ്പോഴും അവർ ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളിലും അവർ അടിമപ്പെട്ടിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം അവർക്കില്ലാത്തവരായി അവർ കടന്നു പോകുമ്പോൾ അവർക്ക് നേരായിരിക്കുന്ന പാതയിൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഇന്നത്തെ തലമുറയായിരിക്കുന്ന നമുക്ക് ആവശ്യമാണ്, മാതാപിതാക്കൾക്ക് ആവശ്യമാണ്. ഇത് വഴിവിട്ടു പോകുന്ന തലമുറകൾ മാതൃകയായി ജീവിക്കുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നമുക്കറിയാം, അവർ ഓരോ ദിവസവും അവർ മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നു എന്ന് പറയുന്നുവെങ്കിലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയാകുന്നു. ദൈവദാസൻ രാവിലെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കുവാൻ ചില പിള്ളേർക്കും കഴിയുന്നില്ല. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞിടാത്തൻ്റെ വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ കൂടി നടന്ന ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു നമുക്ക് പ്രാർത്ഥിക്കാനൊന്ന് പറഞ്ഞു തരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ അവരെ വിഷയങ്ങൾക്ക് കാരണമായി തീരുകയുള്ളൂ. അവർ എന്ത് കാര്യം ദൈവത്തോട് അപേക്ഷിക്കണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥിക്കുവാൻ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് പല കുഞ്ഞുങ്ങൾക്കും പ്രാർത്ഥിക്കുവാൻ അറിഞ്ഞില്ല. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർക്കും ഇതുതന്നെ അവർ കുഞ്ഞായിരുന്നു. കാരണം അവർ യേശു ക്രിസ്തു കടന്നു വരുന്നപ്പോൾ അവർ അത് ആ കുഞ്ഞാകുന്നു. കാരണം അവർക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞൂടാ, ദൈവത്തിൻ്റെ ദൈവികമായിരിക്കുന്ന സാന്നിധ്യം അവർക്ക് അറിഞ്ഞൂടാ. എന്നെങ്കിലും കണ്ടും കേട്ടും ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാനും അവരും പ്രാർത്ഥന യേശുനാഥൻ പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ കുഞ്ഞുങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗ്ഗസ്ഥനായിരിക്കുന്ന പിതാവ് നമ്മുടെ കർത്താവിനോട് നമുക്ക് നമ്മുടെ ഓരോ ആവശ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുവാനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ഇടയായിത്തീർക്കൂ. ഈ നശ്വരമായിരിക്കുന്ന ഈ ലോകത്തിൽ വീണുപോകാതെ താണ്ടുപോകാതെ നിലനിൽക്കണമെങ്കിൽ നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാലേ പറ്റുള്ളൂ. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് നിലനിൽക്കുവാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവസഭയ്ക്ക് നിലനിൽക്കുകയും വേണം. നമ്മൾ അറിഞ്ഞതായിരിക്കുന്ന ഈ സത്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുവാനും സത്യത്തെ നിലനിന്നുകൊണ്ട് കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ ആത്മാവിനെ ബലപ്പെട്ട് ദൈവത്തിൻ്റെ കൃപ എല്ലാവരും കൂടി ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ പ്രബോധത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.